ഒരു ബാപ്പയുണ്ടോ? ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട് മരണപ്പെട്ട സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ രാത്രി 1 മണി സമയത്ത് അവിടെ കരഞ്ഞിരുന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീറിന്റെ പേരിൽ ഫാത്തിഹ ഓതി. പ്രിയപ്പെട്ട കൂട്ടുകാരൻ നദീറിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നത് ആരാണെന്നറിയുമോ? ആ തുരുത്തി മഹല്ലത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാരാണ്. അവർ പറയുന്നൊരു വാക്കുണ്ട്, ആ പ്രിയപ്പെട്ട എന്റെ മോൻ നദീർ, എന്റെ പ്രിയപ്പെട്ട മോൻ നദീർ, എന്റെ മകൻ, എന്റെ ഒന്നിലും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾക്കൊരത്താളിയായിരുന്നു, എന്റെ മക്കൾക്കൊരത്താളിയായിരുന്നു. നന്മയുടെ ഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ, മൗലിദിന്റെ സദസ്സിലേക്ക്, റിക്റിന്റെ സദസ്സിലേക്ക്, സ്വലാത്തിന്റെ സദസ്സിലേക്ക്, പാൻമസാലകൾക്കെതിരെയും ഹാൻസിനെതിരെയും മദ്യത്തിനെതിരെയും സ്ത്രീകൾക്കെതിരെയും എന്റെ മോനെ പിടിച്ചു നിർത്തി നന്മയുടെ ഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട മോൻ നദീർ പറഞ്ഞു. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടു എന്ന് കേട്ട സന്ദർഭം മുതൽ അതല്ല കൂട്ടുകാരെ, 48ഓളം ദിവസം അങ്ങ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ബോധരഹിതനായി കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ആ നാടിന്റെ തേങ്ങലൊടുങ്ങിയിട്ടില്ല. ആ നാടെന്നും പ്രാർത്ഥനയിലാണ്. ആ നാടെന്നല്ല, ആ നാട് എന്നല്ല പ്രാർത്ഥനയില്, കേരളം എന്നല്ല പ്രാർത്ഥനയില്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഴിഞ്ഞു നിൽക്കുന്ന അഹ്ലുസുന്നയുടെ മുഴുവൻ കൂട്ടുകാരും പ്രാർത്ഥനയിലാണ്. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ആദം പിതാവും സ്വർഗ്ഗഭവനത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഭൂലോകത്തേക്ക് അല്ലാഹുവിന്റെ കണക്ക് പ്രകാരം വരേണ്ടതുണ്ട്. പക്ഷേ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് പാഠമാകാൻ വേണ്ടി അല്ലാഹു അതിർവരമ്പ് വെച്ചതാണ്.